2019 പ്രസിദ്ധീകരിക്കുകയും 2021 ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഒന്നാമതെത്തുകയും ചെയ്ത ഒരു പുസ്തകമുണ്ട്. പെൻഗിൻ പബ്ലിഷ് ചെയ്ത ഷീ സെഡ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ മീടു മൂവ്മെന്റിന്റെ തുടർച്ചയ്ക്ക് കാരണമായ ഹാർവി വിൻസ്റ്റീൻ എന്ന ഹോളിവുഡിലെ വമ്പൻ നിർമ്മാതാവിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലവും തെളിവുകളും മൊഴികളും അടക്കമുള്ള ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണാത്മക റിപ്പോർട്ടുകളടങ്ങിയ പുസ്തകം. ലോകത്തിന്റെ മീടു ചരിത്രം ആരംഭിച്ചത് ഹാർവി സംഭവത്തിൽ നിന്നു തന്നെ. അമേരിക്കൻ ആക്ടിവിസ്റ്റ് തരാന ബുർക്കാണ് മീടു എന്ന പ്രയോഗത്തിന്റെ വക്താവ്. ലൈംഗിക അതിക്രമമടക്കം സ്ത്രീകൾക്കെതിരായ വിഷയങ്ങളിൽ അവർ നിലപാടെടുത്തു. 2003 ജസ്റ്റ് ബി എന്ന പേരിൽ സന്നദ്ധ സംഘടന. 2006 തരാന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ആദ്യം മീടു മൂവ്മെന്റ് ആരംഭിക്കുന്നു. എന്നാൽ ലോകത്തെ ഞെട്ടിച്ച മീടു ആരോപണ കോലാഹലങ്ങൾ 2017 ഒക്ടോബറിൽ തുടങ്ങുന്നു, ഹോളിവുഡിൽ നിന്ന്. ഹാർവി വിൻസ്റ്റീൻ എന്ന വമ്പൻ നിർമ്മാതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഓരോന്നായി പുറത്തുവന്നു. ഇതിൽ തുടങ്ങി എല്ലാം. അധികാരവും പണവും പ്രശസ്തിയും ഉപയോഗിച്ച് ഹോളിവുഡിൽ നിരവധി പേരെ ഹാർവി സ്വന്തം ഇംഗിതത്തിന് വശംവദരാക്കി എന്നതിലെ കഥകളും തെളിവുകളും മൊഴികളും അങ്ങനെ പുറത്തുവന്നു. 70 മുതൽ ഹാർവി ചെയ്ത ഗുരുതര ലൈംഗിക അതിക്രമങ്ങളുടെ വെളിപ്പെടുത്തലിൽ തുടങ്ങി പുതിയ മീടു പോരാട്ടഘട്ടം. കാനിൽ പാം ഡിയോർ നേടിയ സെക്സ് ലൈസ് വീഡിയോ ടേപ്പ് പോലെ ശ്രദ്ധേയ സിനിമകൾ, അൽമദോർ, ടറന്റിനോ ചിത്രങ്ങൾ, ഇങ്ങനെ എത്രയോ സിനിമകളും സീരീസുകളും വിതരണം ചെയ്തത് ഹാർവിയുടെ കമ്പനിയാണ്. ഹോളിവുഡിലെ ഏറ്റവും സ്വാധീനമുള്ള ഇരപിടിയനായ നിർമ്മാതാവ്. 80ഓളം സ്ത്രീകളുടെ ആരോപണ പരാതികൾ ഹാർവിക്കെതിരെ പുറത്തുവന്നു. ഹോളിവുഡ് നടുങ്ങി. ഹാർവിയുടെ ചൂടുപിടിച്ച ലോകത്ത് പലയിടത്തും സിനിമാ രംഗത്ത് മീടു ശക്തിപ്പെട്ടു. വിൻസ്റ്റീൻ ഇഫക്റ്റ് ഇറ എന്ന പ്രയോഗം തന്നെ അങ്ങനെ നിലവിൽ വന്നു. മീടു ഇന്ത്യയിലുമെത്തി. ബോളിവുഡിലെത്തിയെങ്കിലും ദുർബലമായിരുന്നു. ശക്തമായ രീതിയിൽ ദക്ഷിണേന്ത്യൻ സിനിമയിൽ തുറന്നു പറച്ചിലുകൾ വന്നു. തമിഴിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പക്ഷേ നടപടികൾ ഉണ്ടായില്ല. മീട്ടുവിൽ ഒരു പടി കൂടി കടന്നത് മലയാള സിനിമയാണ്. ധീരമായ നീക്കങ്ങളുമായി സിനിമയിലെ അധികാര സ്വരൂപങ്ങൾക്കെതിരെ വനിതാ ആർട്ടിസ്റ്റുകൾ രംഗത്തെത്തി. പരാതികൾ തുറന്നു പറഞ്ഞു. അവർ ആരാധകരാൽ ചോദ്യം ചെയ്യപ്പെട്ടു, ചില മാധ്യമ പ്രവർത്തകരാലും. അതിനിടെ മറ്റൊന്നുകൂടി സംഭവിച്ചു. ഒരു പ്രശസ്ത നടി ലൈംഗിക ഉദ്ദേശത്തോടെ ആക്രമിക്കപ്പെട്ടു. നാടിളകി. പ്രതിഷേധ കടലുണ്ടായി. നാനാതുറയിൽ നിന്നും വിമർശനങ്ങളുയർന്നു. പക്ഷേ അപ്പോഴും സിനിമയിൽ രണ്ട് പക്ഷം തന്നെ രൂപപ്പെട്ടു. നടന്റെ അധികാര കേന്ദ്രത്തിന് ചുറ്റുള്ളവരും ആരാധകരും ഒരു വശത്ത്, ഇരയ്ക്കൊപ്പമുള്ളവർ മറുവശത്ത്. ഒടുവിൽ ഗൂഢാലോചന കുറ്റത്തിന് നടനായ വലിയ താരം ജയിലിൽ. അങ്ങനെ WCC എന്ന പെൺ പ്രതിരോധം രൂപീകരിക്കപ്പെടുന്നു. അതിലെ അംഗങ്ങളടക്കം പലരും ഇത്തരം പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറച്ചിലുകൾ നടത്തുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു സർക്കാർ. മൊഴിയെടുപ്പും തെളിവെടുപ്പുകളും നടന്നു. 4.5 വർഷത്തിന് ശേഷം ഇരകളും ആരോപണ വിധേയരുമായ താരങ്ങളുടെ സ്വകാര്യത മാനിച്ച് ധാരാളം വെട്ടിത്തിരുത്തലുകളോടെ തെളിവുകൾ വെളിപ്പെടുത്താത്ത ആ റിപ്പോർട്ട് പുറത്തു വന്നു. പിന്നീട് സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതം.
സിനിമയിലെ ദന്തഗോപുരങ്ങൾ പലതും ഉലഞ്ഞു. നിരവധി താരങ്ങൾ ആരോപണ വിധേയരായി. ചില താരസിംഹാസനങ്ങൾ തകർന്നു. പുതിയ രാജികളും പുതിയ FIRകളും ഉണ്ടായി. അമ്മ എന്ന് വിളിപ്പേരുള്ള AMMA എന്ന സംഘടനയെ അടിമുടി ഇത് ബാധിച്ചു. അതിൻ്റെ ഉലച്ചിലാണിപ്പോൾ മലയാള സിനിമാ ലോകം. എന്നാൽ ഇതുപോലൊരു കമ്മിറ്റി ബംഗാളിലും വേണമെന്ന് ബംഗാളി നടിമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മമതാ ബാനർജിയോടവർ അക്കാര്യം അഭ്യർത്ഥിച്ചു. പരാതികളുണ്ടെന്ന് വെളിപ്പെടുത്തി. മറ്റ് ഭാഷാ സിനിമകളിലേക്കും മേഖലകളിലേക്കും ഈ പോരാട്ടം പടരുമെന്ന് കരുതാം. മാറ്റം സംഭവിക്കുമെന്ന്. ഹേമ കമ്മിറ്റിയിൽ ഉലഞ്ഞിരിക്കുന്ന മലയാള സിനിമാ ലോകം ജോഡി കാൻഡറിന്റെ പുസ്തകം വായിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീവിരുദ്ധ അതിക്രമങ്ങളിൽ നീതിയുടെ പക്ഷം ഉയർന്നു തന്നെയിരിക്കണം.